ലേണിംഗ് മക്കളെ, പൃഥ്വിസ് ആണ്. ഇത് ഓണ പരീക്ഷ ഇങ്ങ് അടുത്തതില്ല. അപ്പം നാളെ നമ്മുടെ ബയോളജി ആണ്. എങ്ങനെയുണ്ട് ഇതുവരെയുള്ള എക്സാം ഒക്കെ എന്നുള്ളത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അപ്പൊ ബയോളജി നമുക്ക് 40-40 പക്കാ സെറ്റ് ആക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാ തരത്തിലുള്ള ഈ ഒരു ഓണ പരീക്ഷയ്ക്ക് വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ മിസ് വന്നിട്ടുള്ളത്. അപ്പൊ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണണം. കാരണം 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്, 4 മാർക്ക് എന്നിങ്ങനെയാണ് ചോദ്യങ്ങൾ വരുന്നത്. അപ്പൊ ഏത് രീതിയിൽ ചോദ്യം വന്നാൽ എങ്ങനെ ആൻസർ ചെയ്യണം, ഇത്ര മാർക്കിൽ വന്നാൽ ഏതൊക്കെയാണ് ആൻസേഴ്സ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് എന്നൊക്കെ മിസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നതാണ്. അപ്പം മറക്കേണ്ട, വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് തന്നെ കാണുക. പിന്നെ മറ്റൊരു കാര്യം, നമ്മുടെ ഫ്രീഡർ ഓഫർ നടക്കുന്ന കാര്യം നിങ്ങൾക്ക് അറിയാലോ. എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് നമുക്ക് പഠിച്ച് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. സോ ആ കാര്യം ഓർക്കുക കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ നോക്കുക, വിച്ച് ഈസ് ദ കറക്റ്റ് ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ദ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ഇൻ ആനിമൽസ് എന്നാണ്. ജന്തുക്കളിലെ പദാർത്ഥ സംവഹനവുമായി ബന്ധപ്പെട്ട ശരിയായ ചിത്രീകരണം തിരഞ്ഞെടുക്കുക. ഈ ജന്തുക്കൾ ആനിമൽസിൽ എങ്ങനെയാണ് പദാർത്ഥം കൈമാറുന്നത്, മെറ്റീരിയൽസ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് എന്ന് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ ഒരു ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്, അത് എല്ലായിടത്തും ഒരേ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ എക്സ്റ്റേണൽ എൻവയോൺമെന്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങോട്ടേക്കാണ് വരിക? സെൽ മെമ്പറിൻ ആണോ, സൈറ്റോപ്ലാസം ആണോ, എക്സ്ട്രാ സെല്ലുലാർ ഫ്ലൂയിഡ് ആണോ എന്ന് ആലോചിക്കുക. പിന്നെ സെൽ മെമ്പറിൻ, പിന്നെ സൈറ്റോപ്ലാസം, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് വരുന്നത് നിങ്ങളൊന്ന് നോക്കിയേ, ഏതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരിക എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ബാഹ്യ പരിസ്ഥിതി അല്ലെ, ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും കോശങ്ങൾക്കിടയിലെ ദ്രവം, പിന്നെ കോശസ്തരം, പിന്നെയാണ് നമ്മുടെ കോശദ്രവ്യത്തിലേക്ക് വരിക. സോ ഫസ്റ്റ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ആദ്യത്തെ ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് ഇതുപോലത്തെ എന്താണ് ഫ്ലോ ചാർട്ട്സ് തന്നിട്ട് ചോദ്യങ്ങൾ വരും കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദ ലിവർ പ്ലേസ് എ മേജർ റോൾ ഇൻ ഡൈജഷൻ ഈവൻ ദോ ഇറ്റ് ഡസ് നോട്ട് പ്രൊഡ്യൂസ് എനി എൻസൈം. വൈ? ഐഡന്റിഫൈ ദ നെസസറി സ്റ്റേറ്റ്മെന്റ് ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ ആൻഡ് ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. എൻസൈമുകൾ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും കരൾ ദഹന പ്രക്രിയയിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. ആൻഡ് ഈ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് ആവശ്യമായ പ്രസ്താവനകൾ തിരിച്ചറിഞ്ഞ് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. മക്കളെ, നമുക്കറിയാം നമ്മൾക്ക് ദഹന വ്യവസ്ഥയിൽ പ്രധാനപ്പെട്ട ഒരു റോൾ ഉള്ള ആളാണ് ആര്? നമ്മുടെ ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ലിവർ അല്ലെങ്കിൽ കരൾ വരുന്ന സമയത്ത് എന്തൊക്കെയാണ് ഇവരുടെ മെയിൻ ഫംഗ്ഷൻ, എന്താണ് ഇവർ ചെയ്യുന്നത്? പ്രധാനമായിട്ടും നമുക്കറിയാം, കൊഴുപ്പിനെ ചെറിയ തന്മാത്രകളാക്കി മാറ്റാൻ സഹായിക്കുന്ന പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന കരളാണ് അല്ലെ. ദ ലിവർ പ്രൊഡ്യൂസ് ബൈൽ വിച്ച് ഹെൽപ്സ് എ ബ്രേക്ക് ഡൗൺ ഫാറ്റ് ഇൻ ടു സ്മോളർ മോളിക്യൂൾസ്. അപ്പൊ ആദ്യത്തെ ഇത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അതിൽ ഡൗട്ട് ഒന്നുമില്ലല്ലോ. കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ പറയുന്നത്. കാരണം എമൽസിഫിക്കേഷൻ ഓഫ് ഫാറ്റ്, കൊഴുപ്പിനെ ചെറിയ തന്മാത്രകളാക്കുക എന്ന് പറയുന്നത് ആരാ? ബൈൽ ജ്യൂസിന്റെ ധർമ്മമാണ്. അത് ഉൽപ്പാദിപ്പിക്കുന്നത് ആരാ? അത് നമ്മുടെ ലിവർ ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് കറക്റ്റ്. ഇനി ദഹനശേഷം രക്തത്തിൽ കലരുന്ന പോഷകങ്ങൾ കരളിൽ സംഭരിക്കുന്നു. ആഫ്റ്റർ ഡൈജഷൻ ന്യൂട്രിയൻ മിക്സ് വിത്ത് ബ്ലഡ് ആർ സ്റ്റോർഡ് ഇൻ ദ ലിവർ. അങ്ങനെയുള്ള നമ്മൾ ഇവർ പഠിച്ചിട്ടില്ല. അപ്പൊ അത് നമുക്ക് നൈസ് ആയിട്ട് ഒഴിവാക്കാം. സി ക്വസ്റ്റ്യൻ നോക്കുക, കമ്പോണൻസ് ഹെൽപ് ടു കൺവേർട്ട് പ്രോട്ടീൻ ഇൻടു അമിനോ ആസിഡ് പ്രസന്റ് ഇൻ ദ ബൈൽ പ്രൊഡ്യൂസ്ഡ് ബൈ ലിവർ അല്ലെ. പ്രോട്ടീനുകളെ അമിനോ ആസിഡുകളാക്കി മാറ്റാൻ സഹായിക്കുന്ന ഘടകങ്ങൾ കരൾ ഉൽപ്പാദിപ്പിക്കുന്ന പിത്തരസത്തിൽ അടങ്ങിയിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ അത് രണ്ടും നമുക്ക് ശരിയായിട്ട് പറയാം. സോ എയും സിയുമാണ് കറക്റ്റ് ഓപ്ഷൻ അല്ലെ. എയും സിയുമാണ് കറക്റ്റ് ഓപ്ഷൻ. അപ്പൊ മൂന്നാമത്തെ ഓപ്ഷൻ ആണ് എന്ത്? ശരിയായിട്ടുള്ള ഉത്തരം. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനലൈസ് ദ സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻ. പ്രസ്താവന തന്നിട്ടുണ്ട്, കാരണം എന്നിവ വിശകലനം ചെയ്ത് ശരിയായ ഉത്തരം കണ്ടെത്തുക. മിസ് ഈ ഓണപരീക്ഷ തുടങ്ങുമ്പോൾ തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു ക്വസ്റ്റ്യൻ പാറ്റേൺ മാറുന്നുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യങ്ങൾ അല്ലെങ്കിൽ പ്രസ്താവന കാരണം തന്നിട്ട് അതിനെ കുറിച്ച് ചോദ്യങ്ങൾ വരാം. അപ്പൊ ഏതാണ് ശരി, ഏതാ തെറ്റ് എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കേണ്ടതായിട്ട്. അപ്പൊ നിങ്ങളുടെ തിങ്കിങ്, നിങ്ങളുടെ നല്ല രീതിയിലുള്ള കോൺഷ്യസ്നെസ് ആണ് അവിടെ ചിന്തിക്കുന്നത്. നിങ്ങളുടെ ചിന്ത എത്രത്തോളം വളർന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കുന്നത്. അപ്പൊ ചോദ്യം വായിച്ചു നോക്കാം. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്, ലൈറ്റ് ഫേസ് ഓർ ലൈറ്റ് റിയാക്ഷൻ ഒക്കർ ഓൺലി ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റ്. പ്രകാശഘട്ടം എന്ന് പറയുന്നത് പ്രകാശത്തിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ലൈറ്റ് ഉള്ളപ്പോൾ മാത്രമേ നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം എന്താ? ലൈറ്റ് എനർജി ഇസ് റിക്വയർഡ് ഫോർ സ്പ്ലിറ്റിംഗ് വാട്ടർ ഇൻടു ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ അല്ലെ. ജലം വിഘടിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്നതിന് പ്രകാശോർജം കൂടിയേ തീരൂ എന്നും പറയുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം പ്രസ്താവന ശരിയാണ്. അപ്പോഴോ the reason is also correct. Reason is a correct explanation of statement. ശരിയല്ലേ? പ്രകാശം ഉണ്ടെങ്കിലേ നടക്കൂ. കാരണം എന്താ? പ്രകാശം വേണം എന്ത് ചെയ്യാൻ? ജലത്തെ വിഘടിപ്പിച്ച് ഹൈഡ്രജനും ഓക്സിജനും ആക്കി മാറ്റാൻ വേണ്ടി. അപ്പൊ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാലോ. യെസ്, അപ്പൊ പ്രസ്താവന ശരിയാണ്, കാരണവും ശരിയാണ്. സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് ആൻഡ് റീസൺ ഈസ് ഓൾസോ കറക്റ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു ഭാഗം നല്ലോണം ആലോചിച്ച് ചിന്തിച്ച് വേണം നിങ്ങൾ ആൻസർ ചെയ്യാൻ. ചിലപ്പോൾ ഇത് തെറ്റായിട്ടുള്ള പ്രസ്താവനയും വരാം. അപ്പൊ ആലോചിക്കണം, ചോദ്യം വായിച്ച് കോൺസെപ്റ്റ് അറിഞ്ഞാലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇനി അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വേർ ഡസ് ഡൈജഷൻ ബിഗിൻ ഇൻ ഹൈഡ്ര?
എവിടെയാണ് ഹൈഡ്രയിൽ ഡൈജഷൻ ബിഗിൻ ചെയ്യുന്നത്? ഹൈഡ്രയിൽ ദഹനം ആരംഭിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ഇൻ ദ ടെൻറ്റിക്കിൾസ്, ഇൻ ദ മൗത്ത്, ഇൻ ദ ബോഡി ക്യാവിറ്റി, ഇൻസൈഡ് ദ ഫുഡ് ബാക്കോൾ. എല്ലാവരും ഒന്ന് കുഴപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ചോദ്യമാണ് അല്ലേ. പക്ഷെ നമുക്കറിയാം ഹൈഡ്രയിൽ 2 തരത്തിൽ നടക്കുന്നുണ്ട്. എക്സ്ട്രാ സെല്ലുലാർ ബാഹ്യകോശ ദഹനവും അതുപോലെ തന്നെ കോശാന്തര ദഹനം, ഇൻട്രാ സെല്ലുലാർ ദഹനം. ആദ്യം നടക്കുന്നത് എവിടെയാ? സെല്ലിന്റെ പുറത്താണ്. സെല്ലിന്റെ പുറത്ത് എവിടെയാണ്? നമ്മുടെ ബോഡി ക്യാവിറ്റി, ശരീര അറയിൽ വെച്ചിട്ടാണ്. സോ ഇവിടുത്തെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് 3ാമത്തേതാണ്, ശരീര അറയിൽ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കണം. ഇതുവരെ നമ്മൾ കണ്ടത് 1 മാർക്കിന്റെ ചോദ്യമായിരുന്നു. ഇനി വരുന്നത് ഏതാണ്? 2 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. 2 മാർക്കിന്റെ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം. ആൻസർ ദ ക്വസ്റ്റ്യൻ 5 to 12 2 സ്കോർസ് അല്ലെ. അപ്പം ഫുഡ് ഹാബിറ്റ് ഓഫ് 2 ഇൻഡിവിജ്വൽസ് ആർ ഗിവൻ ബിലോ. പേഴ്സൺ 1 ഫ്രൈഡ് സ്നാക്ക്, ഫ്രൈഡ് ഫിഷ്, എഗ്, പപ്പടം. പേഴ്സൺ 2 പുട്ട്, ഫ്രൂട്ട്സ്, മിൽക്സ് ആൻഡ് ലീഫ് വെജിറ്റബിൾസ് അല്ലെ. എണ്ണക്കടികള്, മത്സ്യം വറുത്തതൊക്കെ കഴിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. അതുപോലെ തന്നെ എന്താ പുട്ട്, പിന്നെ എന്താണ് പാല്, അതുപോലെ പഴങ്ങള്, പച്ചക്കറികൾ, ഇലക്കറികളൊക്കെ കഴിക്കുന്ന 2ാമത്തെ വ്യക്തിയുമുണ്ട്. ഹൂസ് ഫുഡ് ഹാബിറ്റ് ഇസ് ഹാർംഫുൾ ടു ഹാർട്ട് ഹെൽത്ത് എന്നാണ്. ഹൃദയാരോഗ്യത്തെ ബാധിക്കുന്നത് ഇതിൽ ഏത് വ്യക്തിക്കാണെന്നാണ് ചോദ്യം. ആൻഡ് റിലേറ്റ് യുവർ ഫൈൻഡിംഗ് വിത്ത് എനി 3 ഡിസീസ് ദാറ്റ് അഫക്ട് സർക്കുലേറ്ററി സിസ്റ്റം. നമ്മുടെ രക്തപര്യന വ്യവസ്ഥയെ ബാധിക്കുന്ന ഏത് രോഗമാണ് എന്നും ചോദിക്കുന്നുണ്ട്. അപ്പൊ നോക്കണേ, ഇതിൽ ആർക്കാണ് ഈ ഒരു അസുഖം വരിക? പേഴ്സൺ 1 ആണ്, വ്യക്തി 1-നാണ്. ഏതൊക്കെ രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്? അതെറോസ്ക്ലീറോസിസ്, സ്ട്രോക്ക് ഒക്കെ അല്ലെ. അപ്പൊ പേഴ്സൺ 1-നാണ് ഈ ഒരു രോഗാവസ്ഥ ബാധിക്കുക, അല്ലെങ്കിൽ അവരുടെ ഭക്ഷണശീലം മോശമാണ്. കൺസ്യൂമിങ് ടു മച്ച് ഓഫ് ഫാറ്റി ആസിഡ് കോസ് ഡിപ്പോസിഷൻ ഓഫ് ഫാറ്റ് ഇൻ ദ ആർട്ടറിയൽ വോൾ. ദിസ് ലീഡ്സ് ടു അതെറോസ്ക്ലീറോസിസ്. കൊഴുപ്പുള്ള ഭക്ഷണം നമ്മൾ അധികം കഴിക്കും, ഈ കൊഴുപ്പ് അടിഞ്ഞുകൂടും നമ്മുടെ ആർട്ടറിയിൽ. അങ്ങനെ വരുന്ന രോഗമാണെന്ത്, അല്ലെങ്കിൽ ഒരു അവസ്ഥയാണെന്ത്? അതെറോസ്ക്ലീറോസിസ് എന്ന് നമ്മൾ പറയുന്ന രക്തപ്രവാഹത്തിന് കാരണമാവുന്നു. 2ാമത്തേതോ റിസൾട്ട് ഓഫ് ദിസ് ബ്ലഡ് ഈസ് ക്ലോഗ്ഡ് ഇൻ ദ കൊറോണറി ആർട്ടറി ലീഡിംഗ് ടു കണ്ടീഷൻ കോൾ കൊറോണറി ത്രോംബോസിസ്. ഹൃദയത്തിലേക്ക് രക്തം എത്തിക്കുന്ന ഒരു കുഴലാണ് കൊറോണറി ആർട്ടറി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ അതിലും ഇതുപോലെ ഫാറ്റ് ഡൈജസ്റ്റൻ അല്ലെങ്കിൽ ഫാറ്റ് ഡിപ്പോസിറ്റ് ആയി ബ്ലഡ് പോവാതെ തടഞ്ഞു നിർത്തപ്പെടും. അങ്ങനെ വരുന്ന ഒരു പ്രശ്നമാണെന്ത്? കൊറോണറി ത്രോംബോസിസ് എന്ന് നമ്മൾ പറയുന്നത്. ഇപ്പൊ രക്തം കട്ടപിടിക്കുകയും കൊറോണറി ത്രോംബോസിസ് എന്ന അവസ്ഥയിലേക്ക് വരും. ഇതാണ് 2ാമത്തെ. 3ാമത്തെ എന്താ പറയുന്നത്? സ്ട്രോക്ക് ഈസ് കോസ്ഡ് ബൈ ബ്ലോക്കേജ് ഓഫ് റപ്ചർ ഓഫ് ബ്ലഡ് വെസൽസ് ഇൻ ദ ബ്രെയിൻ. ഇതേപോലെ തന്നെ കൊഴുപ്പ് അടിഞ്ഞുകൂടി നമ്മുടെ തലച്ചോറിലെ രക്തപ്രവാഹം തടയപ്പെടാം. അങ്ങനെ വരുന്ന ഒരു അസുഖമാണിത് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഈ 3 അവസ്ഥകളെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചു വെക്കാം. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ചിത്രം തന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരാറുള്ളതാണ്. അപ്പൊ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം ഏതാണെന്നുള്ളത് അല്ലെ. അപ്പൊ ഇത് ഏതാ ഡിസീസ്, അല്ലെങ്കിൽ ഈ ഇല്ലസ്ട്രേഷൻ ഏതാണെന്ന് നോക്കുക. ഐഡന്റിഫൈ ദ ഡൈജസ്റ്റീവ് പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദ ഇല്ലസ്ട്രേഷൻ. ചിത്രീകരണത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന ദഹന പ്രക്രിയ ഏതാണെന്ന് കണ്ടെത്തണം. വിച്ച് പാർട്ട് ഓഫ് ഡൈജസ്റ്റ് സിസ്റ്റം ഡസ് ദിസ് പ്രോസസ് ടേക്സ് പ്ലേസ് ഇൻ. ഈ പ്രക്രിയ നടക്കുന്ന ദഹന വ്യവസ്ഥയുടെ ഭാഗം ഏതാണെന്ന് എഴുതണം. ഹൗ ഡസ് ദിസ് പ്രോസസ് ഹെൽപ്പ് ഇൻ മെക്കാനിക്കൽ ഡൈജഷൻ ഓഫ് ഫുഡ്. ഈ പ്രക്രിയ ആഹാരത്തിന്റെ യാന്ത്രിക ദഹനം സാധ്യമാക്കുന്നത് എങ്ങനെയാണെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് എഴുതണം? പ്രോസസ് ഏതാണെന്ന് എഴുതണം. പ്രോസസ് ഏതാണ്? പെരിസ്റ്റാൾസിസ് ആണ് അല്ലെ. പെരിസ്റ്റാൾസിസ് ആണ്. അപ്പൊ മെക്കാനിക്കൽ ഡൈജഷന്റെ പെരിസ്റ്റാൾസിസ്, സെഗ്മെന്റേഷൻ, അതുപോലെ നമ്മുടെ ടീത്തിന്റെ സ്ട്രക്ചർ ഒക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. ആൻഡ് ഇത് എവിടെയൊക്കെ നമുക്ക് കാണാം? ഈസോഫാഗസ്, അന്നനാളം കാണാം, ആമാശയം, സ്റ്റൊമക്ക് കാണാം, സ്മോൾ ഇൻറ്റെസ്റ്റൈൻ, നമ്മുടെ ചെറുകുടലിലും പെരിസ്റ്റാൾസിസ് പ്രക്രിയ നമുക്ക് കാണാൻ പറ്റും. 3ാമത്തെ എന്താ? ഈ പ്രക്രിയ ആഹാരത്തിന്റെ യാന്ത്രിക ദഹനം സാധ്യമാക്കുന്നത് എങ്ങനെയെന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാ ഹെൽപ്പ് ടു ഫെസിലിറ്റേറ്റ് മൂവ്മെന്റ് ഓഫ് ഫുഡ് ആൻഡ് മിക്സ് ഫുഡ് വിത്ത് ഡൈജസ്റ്റീവ് ജ്യൂസസ്. ഭക്ഷണം നല്ല രീതിയിൽ പെട്ടെന്ന് പോവാനും അതുപോലെ തന്നെ എന്താണ് ദഹനരസവുമായി പെട്ടെന്ന് മിക്സ് ചെയ്യാനും ഈ പെരിസ്റ്റാൾസിസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത് ഫംഗ്ഷനും കൂടെ ധർമ്മവും കൂടെ പഠിച്ചു വെക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. അതായത് 2 മാർക്കിന്റെ ചോദ്യം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ, ഈ എ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ എഴുതാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബി എന്ന് പറഞ്ഞ ഈ ഒരു ക്വസ്റ്റ്യൻ എഴുതാം. ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി 2 മാർക്കിന്റെ. അപ്പൊ നോക്കുക, എ ഫ്ലൂയിഡ് ഫൗണ്ട് ബിറ്റ്വീൻ ഡബിൾ എയർ സറൗണ്ടിങ് ദ ഹാർട്ട് പ്രൊട്ടക്ട് ഇറ്റ് ഫ്രം ദ എക്സ്റ്റേണൽ ഷോക്ക് അല്ലെ. ഹൃദയത്തെ പൊതിഞ്ഞിരിക്കുന്ന ഇരട്ട സ്ഥലത്തിനുള്ളിൽ കാണപ്പെടുന്ന ഒരു ദ്രാവകമാണ് ഹൃദയത്തെ ബാഹ്യശതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുന്നത്. ഈ ദ്രാവകം ഏതെന്ന് തിരിച്ചറിയുക. ഈ ദ്രാവകത്തിന്റെ മറ്റൊരു ധർമ്മം എഴുതുക എന്നാണ്. നമുക്കറിയാം നമ്മുടെ ഹാർട്ടിനെ പ്രൊട്ടക്ട് ചെയ്തുള്ള മെമ്പറൈൻ സ്ഥലത്തിന് നമ്മൾ പറയുന്നത് എന്താണ്? പെരികാർഡിയം എന്നാണ് അല്ലെ. അപ്പൊ അതിനിടയിൽ കാണുന്ന ഫ്ലൂയിഡ് ആണ് പെരികാർഡിയൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ പെരികാർഡിയൽ ദ്രവം എന്ന് പറയുന്നത്. അത് നിർബന്ധമായിട്ട് പഠിച്ചേക്കാം. പിന്നെയോ എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? ഒന്ന്, ഹെൽപ്പ് ടു റെഡ്യൂസ് ദ ഫ്രിക്ഷൻ ബിറ്റ്വീൻ മെംബ്രെയിൻ വെൻ ദ ഹാർട്ട് ബീറ്റ് അല്ലെ. ഹൃദയം ഇടിക്കുമ്പോൾ സ്ഥലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കാൻ സഹായിക്കുന്ന ആരാ? നമ്മുടെ ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണ് എന്ന് ഓർത്ത് വെക്കുക. അത് മാത്രമല്ല നമ്മുടെ എന്ത് ചെയ്യുന്നു? ബാഹ്യശതങ്ങളിൽ നിന്ന് ഒരു എക്സ്റ്റേണൽ ഷോക്ക് എന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നതും നമ്മുടെ ഈ പെരികാർഡിയൽ ഫ്ലൂയിഡ് ആണ്. അപ്പൊ ഫംഗ്ഷൻ നല്ല രീതിയിൽ പഠിച്ചു വെക്കാം.
ഏഴാമത്തെ നോക്കിയേ, ഡൈജഷൻ പ്രോസസ് ഇസ് സെയിം ഇൻ ബോത്ത് ഹൈഡ്ര ആൻഡ് അമീബ. ദിസ് ഈസ് ദ ആൻസർ ഗിവൺ ബൈ എ സ്റ്റുഡന്റ് ടു ദ ടീച്ചേഴ്സ് ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് ദ സ്റ്റുഡന്റ് റെസ്പോൺസ്, റെക്കോർഡ് യുവർ ഒപ്പീനിയൻ. ഹൈഡ്രയിലും അമീബയിലും ദഹന പ്രക്രിയ ഒരേപോലെയാണെന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അല്ല, നമുക്കറിയാം അല്ലെ, അമീബയിൽ ഒരു തരത്തിലുള്ളത് നടക്കുന്നുള്ളൂ, ഹൈഡ്രയിൽ 2 തരത്തിലുള്ള ഡൈജഷൻ നടക്കുന്നുണ്ട്. ആൻഡ് വിലയിരുത്തി നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്ത് നമുക്ക് പറയാം? അമീബ എൻസൈം ഡൈജസ്റ്റ് ഫുഡ്, ഇൻട്രാസെല്ലുലാർ ഡൈജഷൻ ആണ്. എൻസൈമുകൾ ഫുഡ് വാക്യൂളിന്റെ ഉള്ളിൽ വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? സെല്ലുലാർ ഉള്ളിലാണ് ഡൈജഷൻ നടത്തുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ എന്ന് പറയാം. ഹൈഡ്രയിലോ ഡൈജഷൻ ബോഡി ക്യാവിറ്റിയിലാണ് തുടരുന്നത്. അത് എക്സ്ട്രാ സെല്ലുലാർ ആണ്, ബാഹ്യകോശ ദഹനമാണ്. അതുമാത്രമല്ല, എൻസൈം ഉപയോഗിച്ച് വീണ്ടും ദഹനം നടത്തുന്നുണ്ട്. അത് ഇൻട്രാ സെല്ലുലാർ ഡൈജഷൻ ആണ്. അപ്പൊ ഹൈഡ്രയിൽ 2 തരത്തിലുള്ള ദഹന പ്രക്രിയ നടക്കുന്നുണ്ട്, അമീബയിൽ ഒന്നേ ഉള്ളൂ. അത് മാത്രമല്ല, ഭക്ഷണത്തെ സ്വാംശീകരിക്കാൻ അമീബയിൽ സ്യൂഡോപൊഡിയാണുള്ളത്, ഹൈഡ്രയിൽ ആരാളുള്ളത്? നമ്മുടെ ടെന്റിക്കിൾസ് ആണുള്ളത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങളൊന്ന് മനസ്സിലാക്കാം കേട്ടോ. ഇനി 2 മാർക്കിന്റെ അടുത്ത ചോദ്യം. ഇവിടെ നമുക്കൊരു ഓർ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 8A, എ പ്രസന്റേഷൻ സ്ലൈഡ് പ്രിപ്പയർ ഫോർ സെമിനാർ കണ്ടക്ടഡ് ഇൻ കണക്ഷൻ വിത്ത് ഇന്റർനാഷണൽ മാംഗ്രൂവ് കൺസർവേഷൻ ഡേ ഇൻക്ലൂഡ് ദ എക്കോളജിക്കൽ സർവീസസ് ഓഫ് മാംഗ്രൂവ് ഫോറസ്റ്റ്. റൈറ്റ് ഇനി 2 അഡീഷണൽ ഐഡിയ ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ ദിസ് പ്രസന്റേഷൻ. ഓക്കെ, അതായത് അന്തർദേശീയ കണ്ടൽ സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് നടത്തുന്ന സെമിനാറിലേക്ക് കണ്ടൽ കാടുകളുടെ പരിസ്ഥിതി സേവനങ്ങൾ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ ഒരു പ്രസന്റേഷൻ സ്ലൈഡാണ് നൽകിയിരിക്കുന്നത്. ഇതിലേക്ക് കൂട്ടിച്ചേർക്കാവുന്ന ഏതെങ്കിലും 2 ആശയങ്ങൾ എഴുതുക എന്നാണ്. കണ്ടൽ കാടിന്റെ സംരക്ഷണത്തിന് പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം. കണ്ടൽ കാട് എന്തിനൊക്കെ സഹായിക്കുന്നു എന്നുള്ളത്. കൺസർവേഷൻ ഓഫ് കോസ്റ്റൽ സോയിൽ, തീരദേശ മണ്ണിന്റെ സംരക്ഷണത്തിന് സഹായിക്കുന്നുണ്ട്. ഡിഫൻസ് അഗൈൻസ്റ്റ് ഗ്ലോബൽ വാർമിംഗ്, നമ്മുടെ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അബ്സോർബ് ചെയ്യുന്നു, അതുകൊണ്ട് ഗ്ലോബൽ വാർമിങ്ങിനെ സഹായിക്കുന്നു അല്ലെ, ഗ്ലോബൽ വാർമിംഗ് കുറയ്ക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ആഗോള താപനത്തിന് എതിരെയുള്ള പ്രതിരോധം. 3ാമത്തേതോ കമ്പയർ ടു എവർഗ്രീൻ ഫോറസ്റ്റ് പ്രിവെൻഷൻ ഓഫ് സുനാമി, സുനാമിയെ തടയാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പൊ കണ്ടൽക്കാടിന്റെ പ്രത്യേകതകൾ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. പിന്നെ ഓർ ക്വസ്റ്റ്യൻ ഇവിടെ ഇതാ, സമുദ്ര മലിനീകരണം ആവാസ വ്യവസ്ഥ നേരിടുന്ന കടുത്ത ഭീഷണിയാണ്. ഈ പ്രസ്താവനയുടെ പ്രാധാന്യം വിശദീകരിക്കുക. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ്. മെറൈൻ പൊല്യൂഷൻ ഇസ് എ സീരിയസ് ത്രെറ്റ് ഫേസ്ഡ് ബൈ ദ എക്കോസിസ്റ്റം. എന്തൊക്കെയാ മെറൈൻ സിസ്റ്റത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. മെറൈൻ എക്കോസിസ്റ്റം നമ്മൾ കൺസേർവ് ചെയ്യണം, അല്ലെങ്കിൽ സമുദ്ര മലിനീകരണത്തെ നമ്മൾ തടയണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? അതിന്റെ സിഗ്നിഫിക്കൻസ് ആ പറയുന്നത്. കാരണം മെറൈൻ പൊല്യൂഷൻ വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇമ്പാക്ട് ഓൺ പൊല്യൂഷൻ മെറൈൻ ലൈഫ് അല്ലെ, നമ്മുടെ ആ സമുദ്ര ജീവികളെ എല്ലാം ഇത് നശിപ്പിക്കും. മാത്രമല്ല, അത് നശിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു എക്കോസിസ്റ്റത്തിലുള്ള ഫുഡ് ചെയിനുകൾ, ഭക്ഷ്യ ശൃംഖലയെ അത് ബാധിക്കും. അത് മാത്രമാണോ? അല്ല. സിഗ്നിഫൈ പൊല്യൂഷൻ ഇൻക്ലൂഡിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റ്, കെമിക്കൽ റൺ ഓഫ്, ഓയിൽ സ്പില്ലേഴ്സ് കോസിംഗ് സിഗ്നിഫിക്കന്റ് ഹാം ടു മെറൈൻ ഓർഗാനിസം അല്ലെ. പലതരത്തിലുള്ള ജീവജാലങ്ങൾ നശിക്കാനും അവരുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കാനും ഇത് കാരണമാവുന്നുണ്ട്. ഓവറോൾ ഓഷ്യന്റെ ഹെൽത്തിനെയാണ് ബാധിക്കുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഓൾസോ ഇമ്പാക്ട് ഹ്യൂമൻ ഹെൽത്ത്. ഈ പറയുന്ന പൊല്യൂട്ടഡ് ആയിട്ടുള്ള മത്സ്യങ്ങൾ നമ്മൾ ഭക്ഷിക്കുമ്പം നമുക്കും എന്താണ് പലതരത്തിലുള്ള രോഗങ്ങൾ വരാം. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ് എന്ന് ഓർത്തു വെക്കാം. 9ാമത്തെ ചോദ്യം 2 മാർക്കിന്റെയാണ്. ഇൻ പ്ലാന്റ് സബ്സ്റ്റൻസസ് എൻ്റർ സൈറ്റോപ്ലാസം ബൈ മൂവിംഗ് ത്രൂ ദ സെൽ വോൾ ആൻഡ് ഇന്റർസെല്ലുലാർ സ്പേസ്. എക്സ്പ്ലെയിൻ ദ സ്റ്റേറ്റ്മെന്റ് ബൈ ഇൻക്ലൂഡിംഗ് അതർ പാത്വേ ഹെൽപ്പ് സബ്സ്റ്റൻസസ് എൻ്റർ ദി പ്ലാന്റ് സെൽ. സസ്യങ്ങളിൽ പദാർത്ഥങ്ങൾ കോശഭിത്തിയിലൂടെ കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെ സഞ്ചരിച്ചാണ് കോശദ്രവ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് എന്ന പ്രസ്താവനയെ സസ്യകോശങ്ങളിലേക്ക് പദാർത്ഥങ്ങൾ പ്രവേശിക്കുന്ന സഹായകമായ മറ്റു മാർഗം ഉൾപ്പെടുത്തുക. ഇവിടെ നമുക്ക് കാണാൻ പറ്റും സസ്യങ്ങൾ എങ്ങനെയാണ് സാധനങ്ങൾ കൈമാറ്റപ്പെടുന്നത് എന്നല്ലേ ചോദ്യം. അപ്പൊ അവരെങ്ങനെയാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ നടത്തുന്നത്? നമുക്ക് വേഗം നോക്കാം. കാരണം പ്ലാന്റ്സിനെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് ഒന്ന് സെൽ വോളിലൂടെ, കോശത്തിന്റെ ആ ഒരു ഭിത്തിയിലൂടെ, അതുമാത്രമല്ല കോശങ്ങൾക്കിടയിലുള്ള സ്ഥലത്തിലൂടെയും ഇത് എന്ത് ചെയ്യും? ട്രാൻസ്പോർട്ട് ചെയ്യും. പിന്നെയോ സൈറ്റോപ്ലാസ്മിക് കണക്ഷൻ, ഇത് ഇമ്പോർട്ടൻ്റ് ആ, മറന്നു പോവാനേ പാടില്ല. നമ്മുടെ പ്ലാസ്മോഡെസ്മാറ്റ, സൈറ്റോപ്ലാസം തമ്മിൽ കണക്ഷൻ ചെയ്തിട്ട്. പിന്നെയോ വൺ സെൽ ടു അനദർ ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ, ഒരു സെല്ലിന്റെ നമ്മുടെ കോശ സ്ഥലവും മറ്റൊരു കോശത്തിന്റെ കോശ സ്ഥലത്തിലൂടെ കണക്ട് ചെയ്ത് എന്ത് ചെയ്യും? സാധനങ്ങൾ കൈമാറ്റം ചെയ്യപ്പെടും. അപ്പൊ ഇത് 3ഉം പ്ലാന്റ്സിന്റെ കേസിൽ പഠിച്ചു വെക്കണം, മറന്നു പോകാനേ പാടില്ല. ഓക്കെ, യെസ്. അങ്ങനെയാണെങ്കിൽ അടുത്ത 10ാമത്തെ ചോദ്യം നോക്കാം. ഹിൻസ് റിലേറ്റഡ് ടു എ പ്രോസസ് ഹെൽപ്സ് ഇൻ ട്രാൻസ്പോർട്ട് ഓഫ് സബ്സ്റ്റൻസ് ത്രൂ പ്ലാസ്മ മെംബ്രെയിൻ ഗിവൺ ബിലോ. അനലൈസ് ദം ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. പ്ലാസ്മ സ്ഥലത്തിലൂടെയുള്ള പദാർത്ഥ വിനിമയത്തിന് സഹായകമായ ഒരു പ്രക്രിയയുമായി ബന്ധപ്പെട്ട സൂചനകൾ ചുവടെ നൽകിയിരിക്കുന്നു. അവ വിശകലനം ചെയ്ത് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. എന്താ സൂചന തന്നിട്ടുള്ളത്? ഗ്ലൂക്കോസ് അയോൺസ് എൻ്റർ ദ സൈറ്റോപ്ലാസം ത്രൂ ദിസ് പ്രോസസ് ഡസ് നോട്ട് റിക്വയർ എനർജി അല്ലെ. ഗ്ലൂക്കോസും അയോണുകളും ഈ പ്രക്രിയയിലൂടെയാണ് കോശദ്രവ്യത്തിനുള്ളിൽ പ്രവേശിക്കുന്നത്. ഈ പ്രക്രിയയ്ക്ക് ഊർജം ആവശ്യമില്ല.
ഇതാരെ പറ്റിയാ പറയുന്നതെന്ന് ആലോചിക്കാം. കാരണം നമ്മൾ 4 ഡിഫറെൻറ്റ് പ്രോസസ്സ് പഠിക്കുന്നുണ്ട്. ഡിഫ്യൂഷൻ പഠിക്കുന്നുണ്ട്, ഓസ്മോസിസ് പഠിക്കുന്നുണ്ട്, ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ പഠിക്കുന്നുണ്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ട് പഠിക്കുന്നുണ്ട്. ഒന്നാമത് പറയുന്നത് ഇവർക്ക് ഊർജ്ജം ആവശ്യമില്ല. രണ്ടാമതോ ഗ്ലൂക്കോസും അയോൺസുമാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പം തന്നെ നമുക്ക് കത്തണം, ഗ്ലൂക്കോസും അയോൺസും ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ആളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. യെസ് ഉണ്ട്. അപ്പോൾ ഏതാ ഈ പ്രോസസ്സ്? നമ്മുടെ ഫെസിലിറ്റേറ്റഡ് ഡിഫ്യൂഷൻ ആണ് നമ്മുടെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഗ്ലൂക്കോസ് പോലെയുള്ള വലിയ തന്മാത്രകൾക്ക് ഈ പ്രക്രിയയിലൂടെ കോശത്തിൽ പ്രവേശിക്കാൻ എന്ത് പ്രത്യേക സഹായമാണ് ഇവർക്ക് ആവശ്യം? ഇവർക്ക് എന്ത് വേണം? ചാനൽ പ്രോട്ടീനും കരിയർ പ്രോട്ടീനും ആവശ്യമായിട്ട് വരുന്നുണ്ട്. പിന്നെ വാട്ട് ഈസ് എ സിമിലാരിറ്റി ബിറ്റ്വീൻ ദിസ് പ്രോസസ് ആൻഡ് പ്രോസസ് ബൈ വിച്ച് വാട്ടർ ആൻഡ് ഓക്സിജൻ എൻ്റർ ദ സൈറ്റോപ്ലാസം? വാട്ടർ ആൻഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് സിമിലാരിറ്റി വരുന്നത്? ഒന്ന്, ഹയർ ടു ലോവർ കോൺസെൻട്രേഷൻ, അല്ലെ, കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്കാണ് ഡിഫ്യൂഷൻ ആണെങ്കിലും അതുപോലെ ഓസ്മോസിസ് ആണെങ്കിലും നടക്കുന്നത്. അതാണ് ഇവർ തമ്മിലുള്ള കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റ്. അടുത്ത് നോക്കാം, ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നോക്കാം. ബ്ലഡ്, ടിഷ്യൂ ഫ്ലൂയിഡ്, ലിംഫ്. ഹൗ വാസ് സി ഫോംഡ് ഫ്രം ബി? എങ്ങനെയാണ് ലിംഫ് ടിഷ്യൂ ഫ്ലൂയിഡ് നിന്ന് ഫോം ചെയ്യുന്നതെന്നാണ്. നമുക്കറിയാലോ, ഈ പറയുന്ന ലിംഫ് 1 part ഓഫ് ടിഷ്യൂ ഫ്ലൂയിഡ് എൻ്റർ ദ ലിംഫ് കാപ്പിലറി, ദിസ് ഈസ് കോൾഡ് ലിംഫ്. അതായത് രക്തത്തിൽ നിന്ന് ഊർന്നിറങ്ങുന്ന ഊസ് ഔട്ട് ചെയ്യുന്നതാണ് ടിഷ്യൂ ഫ്ലൂയിഡ്. ആ ടിഷ്യൂ ഫ്ലൂയിഡ് ഒരു ലിംഫ് വെസലിലോട്ട് കയറി കഴിഞ്ഞാൽ അതെന്തായി ലിംഫായിട്ട് മാറി. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു? ഫാറ്റ് സോല്യൂബിൾ വിറ്റാമിൻസിനൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ലിംഫാണ്. വാട്ട് ആർ ദ സ്ട്രക്ചറൽ ഡിഫറൻസസ് ബിറ്റ്വീൻ എ ആൻഡ് സി? ബ്ലഡും അതുപോലെ തന്നെ നമ്മുടെ ലിംഫും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ബ്ലഡ് നമുക്കറിയാം രണ്ടും കണക്റ്റീവ് ടിഷ്യൂസ് തന്നെയാണ്. പക്ഷേ ബ്ലഡിൽ എന്തൊക്കെയുണ്ട്? RBC ഉണ്ട്, പ്ലേറ്റ്ലെറ്റ്സ് ഉണ്ട്, റെഡ് കളറാണ്. അതേസമയം ലിംഫിന്റെ പ്രത്യേകത എന്താ? അവർക്ക് RBC ഇല്ല, നോ RBC പ്ലേറ്റ്ലെറ്റ്സ്, ആൻഡ് ഇവർക്ക് കളർലെസ് ആണ്. നമ്മുടെ രക്തത്തിന്റെ ചുവപ്പ് നിറം പോലെയല്ല, പ്രത്യേകിച്ച് നിറം ഒന്നും ആർക്കില്ല, ലിംഫിനില്ല. ആൻഡ് ഓൾസോ ബൈ ഡയറക്ഷനിലാണ് രക്തം എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്, എല്ലായിടത്തേക്കും മൂവ് ചെയ്യും. പക്ഷേ ലിംഫ് എന്ന് പറഞ്ഞാൽ യൂണി ഡയറക്ഷനിൽ ഹാർട്ടിലേക്ക് മാത്രമേ മൂവ് ചെയ്യൂ, ഹൃദയത്തിലേക്ക് മാത്രമാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ദ്വിദിശയിലേക്കാണ് രക്തം മൂവ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലിംഫിന് ഒരു ദിശയിലേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇത്രയും വ്യത്യാസങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാം. അടുത്ത നോക്കാം, 3 മാർക്കിന്റെ ചോദ്യമാണ്. 3 മാർക്കിന്റെ ചോദ്യത്തിൽ എ ഉണ്ട്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബി ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. എ നമുക്ക് നോക്കാം ആദ്യം. Figures of Rio leaf placed in the concentrated salt solution, pure water are given below. Analyze them and answer the question. നമ്മുടെ റിയോ ലീഫ്, അതിന്റെ ഒരു ഇല എന്ത് ചെയ്തു? ഒരു സോൾട്ട് സൊല്യൂഷൻ, ഉപ്പ് ലായനിയിൽ ഇട്ടു, സാധാരണ ഒരു വെള്ളത്തിൽ ഇട്ടു. എ, ബി എന്നിവയിൽ ഏതാണ് ഗാഢ ഉപ്പുലേനിൽ നിക്ഷേപിച്ച കോശത്തിന്റെ ചിത്രം? വിച്ച് ഓഫ് ദ 2 ഇമേജ് എ ഓർ ബി ഷോ സെൽ പ്ലേസ്ഡ് ഇൻ കോൺസെൻട്രേറ്റഡ് സോൾട്ട് സൊല്യൂഷൻ? അതായത് സാന്ദ്രത ഉപ്പ് വെള്ളത്തിൽ ഇട്ടത് ഏതാണെന്ന ചോദ്യം. നമുക്കറിയാലോ, സൈറ്റോപ്ലാസം, ഈ പറയുന്ന പ്രോട്ടോപ്ലാസം കംപ്ലീറ്റ് ആയിട്ട് ചുരുങ്ങി പോയിരിക്കുന്നുണ്ട്. അപ്പൊ ഇത് ഏതാ വരിക? ഇതാ, ഈ ഒരു ബി ആണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇവിടെ നടന്നത് എന്താണ്? എക്സോസ്മോസിസ് ആണ്, അല്ലെ. എക്സ്പ്ലെയിൻ ദ പ്രോസസ് ആൻഡ് ഹൗ ഡസ് പ്ലാസ്മ മെംബ്രെയിൻ ഹെൽപ്പ് ഇൻ ദ എക്സ്ചേഞ്ച് ഓഫ് സബ്സ്റ്റൻസ് എന്നാണ്. ഇവിടെ നമുക്കറിയാം ബി ആണ് കാരണം, എക്സോസ്മോസിസ് ആണ്. വാട്ടർ മോളിക്യൂൾ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോ കോൺസെൻട്രേഷൻ സോ ദാറ്റ് സെൽ ഹാസ് സ്ട്രങ്. കൂടിയ ഗാഢതയിൽ നിന്നും കുറഞ്ഞ ഗാഢതയിലേക്ക് ജലതന്മാത്രകൾ പോവുക. കാരണം എന്താ? ഉപ്പ് ലൈനിൽ ഉപ്പാണ് കൂടുതൽ, സെല്ലിൽ വെള്ളമാണ് കൂടുതൽ. അപ്പൊ വെള്ളം എന്ത് ചെയ്യും? സ്വാഭാവികമായും ഉപ്പ് ലൈനിലേക്ക് പോകും. അപ്പൊ ജലതന്മാത്രകൾ അവയുടെ ഗാഢത കൂടിയ ഭാഗത്തു നിന്നും കുറഞ്ഞ ഭാഗത്തേക്ക് സഞ്ചരിച്ച പ്രക്രിയയാണെന്ത്? ഓസ്മോസിസ്. അതിൽ എക്സോസ്മോസിസ് ആണ് ഇവിടെ സംഭവിച്ചത്. പിന്നെ എൻഡോസ്മോസിസും ഉണ്ട്. നമ്മൾ പറയുന്ന ഉണക്കമുന്തിരി വെള്ളത്തിലിട്ടതാണെങ്കിൽ അത് എൻഡോസ്മോസിസും ആണ്. ഇനി എന്താ? കോശത്തിലുള്ള ജലതന്മാത്രകൾ ഉപ്പ് ലൈനിലേക്ക് സഞ്ചരിച്ചത് കൊണ്ട് കോശം ചുളുങ്ങിയതായി കാണാം, അല്ലെ. പ്ലാസ്മ മെംബ്രെയിൻ എന്ത് സംഭവിച്ചു? സെമി പെർമിബിൾ മെംബ്രെയിൻ ആയിട്ടാണ് ഇവിടെ ആക്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ ചുളുങ്ങി, കാരണം പ്ലാസ്മ മെംബ്രെയിൻ എന്ന് പറയുന്നത് സെമി പെർമിബിൾ മെംബ്രെയിൻ ആണ്. അതുകൊണ്ട് തന്നെ അർദ്ധതാരസ്തരത്തിലൂടെ എന്ത് ചെയ്തു? ഈ മോളിക്യൂൾസ് ട്രാൻസ്പോർട്ട് ചെയ്തു. അതായിട്ടാണ് നമ്മുടെ പ്ലാസ്മ മെംബ്രെയിൻ ആക്ട് ചെയ്തിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ ഒരു ബി ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് അത് എഴുതാം. എ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ബി എഴുതാം. നോക്കിക്കോ. അനലൈസ് ദ ഗിവൻ ഇല്ലസ്ട്രേഷൻ റിലേറ്റഡ് ടു ഫോർമേഷൻ ഓഫ് വേരിയസ് ന്യൂട്രിയൻസ് ആസ് പെർ ഫോട്ടോസിന്തസിസ്. ഒന്നാം പാഠത്തിൽ നിന്നാണ്. സിമ്പിൾ ചോദ്യമാണ്. ഫോട്ടോസിന്തസിസിന്റെ ഭാഗമായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് അതേപടിയാ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഓർക്കേണ്ടത് ഏതാ? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള ഫ്ലോ ചാർട്ട് ആണല്ലോ എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി നമുക്ക് വേണം. അപ്പം ഐഡന്റിഫൈ ദ ന്യൂട്രിയൻസ് എ ആൻഡ് ബി. ഫോട്ടോസിന്തസിസ് ഉണ്ടായി. ഫോട്ടോസിന്തസിസ് ഉണ്ടാകുമ്പോൾ ആദ്യം ആരുണ്ടാവുന്നത്? ഗ്ലൂക്കോസ് ഉണ്ടാവും. ഗ്ലൂക്കോസ് പിന്നെ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്? സ്റ്റാർച്ച് അല്ലെങ്കിൽ അന്നജമായിട്ട്. അപ്പൊ ആദ്യത്തേത് ഗ്ലൂക്കോസ്, രണ്ടാമത്തെ സ്റ്റാർച്ച്, അന്നജം. പിന്നെയോ എയിൽ നിന്ന് ബി ഉണ്ടാവേണ്ടതിന്റെ ആവശ്യകത എന്താണ്? എയിൽ നിന്ന് ഗ്ലൂ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഗ്ലൂക്കോസ് പെട്ടെന്ന് ലയിച്ചു പോകും. അതുകൊണ്ടാണ് അലേയമായ ഇൻസൊല്യൂബിൾ ആയിട്ടുള്ള സ്റ്റാർച്ച് ആക്കി കൺവേർട്ട് ചെയ്യുന്നത്. പിന്നെ ഇവിടെ നോക്കുക, ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് സർവൈവൽ ഓഫ് ലൈഫ് ഓൺ എർത്ത്. ഇവാലുവേറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ബൈ എക്സ്പ്ലെയിനിങ് വേരിയസ് ന്യൂട്രിയൻസ് ഫോംഡ് ഫ്രം ദി സുക്രോസ്. അതായത് പ്രകാശ സംശ്ലേഷണം ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനെ നേരിട്ട് സ്വാധീനിക്കുന്ന സുക്രോസിൽ നിന്ന് രൂപപ്പെടുന്ന വിവിധ പോഷകങ്ങളെ പറ്റി വിശദീകരിച്ച് പ്രസ്താവന വിലയിരുത്തുക.
നമ്മളിപ്പം ഗ്ലൂക്കോസിനെ സ്റ്റാർച്ച് ആക്കി മാറ്റി അതിനെ പിന്നെ പല രീതിയിൽ കൺവേർട്ട് ചെയ്യുന്നത് നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെ രീതിയിൽ കൺവേർട്ട് ചെയ്യും? ഫോട്ടോസിന്തസിസിൽ നിന്ന് നമുക്ക് ലഭിച്ച സൂക്രോസിനെ കാർബോഹൈഡ്രേറ്റ് ആയിട്ടും പ്രോട്ടീൻ ആയിട്ടും ഫാറ്റ് ആയിട്ടും ന്യൂക്ലിക് ആസിഡ് ആയിട്ടും അതുപോലെ വിറ്റാമിൻ ആയിട്ടും കൺവേർട്ട് ചെയ്യുന്നു. കാരണം എല്ലാ ജീവജാലങ്ങൾക്കും ആവശ്യമുള്ള രീതിയിലുള്ള ന്യൂട്രിയൻസ് ആക്കി കൺവേർട്ട് ചെയ്താൽ അവിടെ ജീവനുള്ളത് നിലനിൽക്കും അല്ലെ. അപ്പൊ ജീവനുള്ളതിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കൺവേർഷൻ നടക്കുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. Normally, when food is swallowed, it does not enter nasal cavity or windpipe. If a person talk while swallowing food may sometime enter the windpipe. Explain the scientific reason behind both of the situation. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യും, മൂക്കിലൂടെ കയറും, അല്ലെങ്കിൽ നമ്മുടെ ശ്വാസനാളത്തിലേക്ക് കയറും. അവിടുത്തെ സിഗ്നിഫിക്കൻസ് എന്താണ്? എന്തുകൊണ്ടാണ് ഇത് സാധാരണ കയറാത്തത്? എന്തുകൊണ്ടാണ്? നമ്മൾ സ്വാലോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വിഴുങ്ങുമ്പോൾ എപ്പിഗ്ലോട്ടിസ് ഉണ്ട് അല്ലെ. ഈ എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ട്രക്കിയനെ, നമ്മുടെ ശ്വാസനാളത്തെ കവർ ചെയ്ത് നിർത്താണ്. അപ്പൊ അതെന്ത് ചെയ്യില്ല, നമ്മൾ ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പോവില്ല. അതുപോലെ തന്നെയോ നീസൽ ക്യാവിറ്റിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഉവ്വുലയുണ്ട്. എന്തുണ്ട്? ഉവ്വുലയുണ്ട്. അപ്പൊ ഉവ്വുല ഭക്ഷണം നാസികാദ്വാരത്തിലേക്ക് പോകുന്നത് തടയുന്നു. എന്നാലും നമ്മൾ വിഴുങ്ങുമ്പോൾ സംസാരിക്കുമ്പോൾ എന്ത് ചെയ്യും? എപ്പിഗ്ലോട്ടിസ് പൂർണ്ണമായി ഇതിനെ അടയ്ക്കാതിരിക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ഭക്ഷണം നമ്മുടെ ശ്വാസനാളത്തിലേക്ക് പോകും. അതുകൊണ്ടാണ് ഉവ്വുല ശരിയായ സ്ഥാനത്ത് സ്ഥാപിച്ചിട്ടില്ലായിരിക്കാം. ഇത് ഭക്ഷണം ശ്വാസനാളത്തിലേക്കോ നാസികാദ്വാരത്തിലേക്കോ പ്രവേശിക്കാൻ അനുവദിക്കുന്നു. നമ്മൾ സംസാരിക്കുമ്പോൾ ഉവ്വുലയും എപ്പിഗ്ലോട്ടിസും മുഴുവനായിട്ടും ഇതിനെ കവർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോഴാണ് ഈ ഭക്ഷണം ഈ ഒരു നാസാദ്വാരത്തിലേക്കും അല്ലെങ്കിൽ നമ്മുടെ നീസൽ ക്യാവിറ്റിയിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ ട്രക്കിയയിലേക്കോ പോകുന്നത്. അപ്പൊ അത് തടയാൻ വേണ്ടിയാണ് പറയുന്നത് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ സംസാരിക്കരുത് എന്ന്. ഇനി 14ാമത്തെ ചോദ്യമാണ് നമ്മുടെ 3 മാർക്കിന്റെ ചോദ്യം. ഇവിടെ നമുക്ക് എ ഉണ്ട്, എ അല്ലെങ്കിൽ ഓർ ക്വസ്റ്റ്യൻ വേറെയുണ്ട്. ചുവടെ നൽകിയുള്ള ചിത്രം പകർത്തി വരച്ച് സൂചനകൾക്കനുസരിച്ച് ഭാഗങ്ങൾ പേരെഴുതി അടയാളപ്പെടുത്തുക. ലേബൽ ചെയ്യണേ, എന്നാലേ മാർക്ക് കിട്ടും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? റീഡ്രോ ചെയ്യണം. റീഡ്രോ ചെയ്യുമ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കെച്ച് എടുത്ത് വരച്ചാൽ എളുപ്പമാണ്. ജസ്റ്റ് ഈ ഒരു മോണഭാഗം നമ്മുടെ ഗമ്മ് വരയ്ക്കുക. ഗമ്മ് വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക? നമ്മുടെ ഈ ഒരു പല്ല് വരയ്ക്കുക. പിന്നെ ഇവിടെ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ടല്ലോ, അത് വരയ്ക്കുക. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതാ പ്രോപ്പറായിട്ട് ഒരു അടിയിലൊരു സാധനം വരച്ചാൽ നമ്മുടെ ടീത്തായി. സിമ്പിളായിട്ട് വരയ്ക്കാവുന്നുള്ളൂ. ഇതിലൊന്നും കൂടുതൽ ടെൻഷൻ അടിച്ച് സമയം കളയേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ നമ്മൾ നോക്കി ചിത്രം വരയ്ക്കുന്നത് ഏറ്റവും എളുപ്പമുള്ള ചിത്രം പല്ലിൻ്റെ ചിത്രം. അത് വരച്ചിട്ടുണ്ട്. ചോദ്യം നോക്കിയേ, ഹാർഡ് ആൻഡ് നോൺ ലിവിങ് പാർട്ട്. ടൂത്തിലുള്ള ഹാർഡസ്റ്റും അതുപോലെ തന്നെ ജീവനില്ലാത്ത കലയുമാരാ നമ്മുടെ ഈ വെള്ള കളറുള്ള ഇനാമലാണെന്ന് ഓർക്കുക. രണ്ടാമത്തേതോ കാൽഷ്യം അടങ്ങിയ യോജകല, കണക്റ്റീവ് ടിഷ്യൂ കണ്ടെയ്നിങ് കാൽഷ്യം ആണ്. അതാരാ ഇവിടെ കൊടുത്തിട്ടുള്ള? സിമെന്റമാണ്. സിമെന്റം കണക്റ്റീവ് ടിഷ്യൂ ആണ്, അതിൽ കാൽഷ്യം ഉണ്ട്. അവരാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മോണയിലേക്ക് പല്ലിനെ ഘടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ പൾപ്പ് ക്യാവിറ്റി, ഡെന്റൈൻ ഒക്കെ അടയാളപ്പെടുത്താൻ പഠിക്കാം. മറ്റൊരു ചിത്രം ഇതാ, ഓർ ക്വസ്റ്റ്യൻ. ഒബ്സർവ് ദ ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രീകരണം നിരീക്ഷിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. റീഡ്രോ പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഐഡന്റിഫൈ പാർട്ട് എ ആൻഡ് ബി. എ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താ? ബ്ലഡ് കാപ്പിലറി ആണ്. ബ്ലഡ് കാപ്പിലറി, രക്തലോമികയാണെന്ന് നമുക്ക് കിട്ടും. രണ്ടാമത് നോക്കിയാൽ നമുക്കറിയാം എന്താണ്? ലാക്ടിയൽ ആണ്. അതും നമുക്ക് കിട്ടി. ഇനി എന്താ? റൈറ്റ് ദ നെയിം ഓഫ് സിമ്പിൾ ന്യൂട്രിയൻസ് അബ്സോർബ്ഡ്. ഇവർ ഓരോരുത്തരും എന്താ? ബ്ലഡ് കാപ്പിലറി, ലാക്ടിയൽ. ലാക്ടിയൽ ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ബ്ലഡ് കാപ്പിലറി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗാലക്ടോസ് അമിനോ ആസിഡ്സ് ആണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നും എന്ത് ചെയ്യുക? പെയർ ചെയ്ത് അങ്ങ് പഠിക്കുക. വളരെയധികം എളുപ്പത്തിൽ നിങ്ങൾക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി 15ാമത്തെ ചോദ്യം നോക്കി. കംപ്ലീറ്റ് ദ വെൻ ഡയഗ്രാം അപ്രോപ്രിയേറ്റ്ലി. 3 മാർക്കിന്റെ ചോദ്യമാണ്. ഇതെങ്ങനെ കറക്റ്റായിട്ട് മാച്ച് ചെയ്യാമെന്നാണ് ചോദ്യം. ഇവിടെ കാപ്പിലറി ഉണ്ട്, വെയിൻ ഉണ്ട്, ധമനി ഉണ്ട് അല്ലേ? യെസ്. ഇവരെ നമുക്ക് പ്രോപ്പറായിട്ട് മാറ്റണം. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. ആർട്ടറി എന്ന് പറയുമ്പോൾ തിക്ക് എലാസ്റ്റിക് വോളാണ്, കട്ടി കൂടെ ഇലാസ്റ്റികതയുള്ളതാണ്. അപ്പൊ കട്ടി കൂടെ ഇലാസ്റ്റികതയുള്ളത് എന്ന് പറയുമ്പോൾ ആരാണ് ഇവിടെ? ഇവിടെ ഇലാസ്റ്റിസിറ്റി. ഇത് നമ്മുടെ ആർട്ടറിയാണ് അല്ലെങ്കിൽ ധമനിയാണ്. രണ്ടാമത്തെ നമുക്ക് നോക്കാം. ഒറ്റനിര കോശമുള്ള ഭിത്തി. ഇത് ആരെ പറ്റിയാ പറയുന്നത്? കാപ്പിലറി അല്ലെങ്കിൽ ലോമിക. വാൽവുകൾ കാണപ്പെടുന്നില്ല. അതെവിടെയാ? അത് നമ്മുടെ ആർട്ടറിയിലാണ് വാൽവുകൾ ഇല്ലാത്തത്. യെസ്. അപ്പം കാപ്പിലറി അതുപോലെ ലോമിക കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും എന്തില്ല? ലോമികയിലും ധമനിയിലും എന്തില്ല? സി നമുക്ക് പറയാൻ പറ്റുന്നത് യെസ്, ലോ പ്രഷർ ആൻഡ് സ്പീഡും അതുപോലെ തന്നെ എന്തില്ല? വാൽവുകളില്ല എന്നും പറയാം. അപ്പൊ ഇത് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് പ്രോപ്പറായിട്ട് മിസ് മാച്ച് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇത് 3 മാത്രമല്ല, സെപ്പറേറ്റ് അല്ല, ഇതിന് കോമൺ ഫീച്ചേഴ്സും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സി അഥവാ ഇ എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്നത് എന്താ? വാൾ വിത്ത് ഇലാസ്റ്റിസിറ്റി. ഇലാസ്റ്റിസിറ്റിയുള്ള ഭിത്തി ആർക്കായുള്ളത്? നമ്മുടെ ധമനി അല്ലെങ്കിൽ ആർട്ടറിക്കാണ്. ക്യാരി ബ്ലഡ് അവേ ഫ്രം ഹാർട്ട്. ഹാർട്ടിൽ നിന്നും ബ്ലഡ് ബാക്കിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന ആരാണ്? അതും നമ്മുടെ ധമനിയാണ്. ഈ രണ്ടാളും കോമൺ. കാപ്പിലറി അതുപോലെ ആർട്ടറിക്കും ഒരേപോലെ കോമൺ ആയിട്ടുള്ളത് എന്താണ്? വാൽവുകൾ ആബ്സെന്റ് ആണ്.
വാൽവുകൾ ഇല്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഈ എന്ന് പറയുന്നത് രണ്ടാൾക്ക് കോമൺ ആയിട്ടുള്ളതാണ്. ബ്ലഡ് ഫ്ലോസ് അറ്റ് ലോ പ്രഷർ ആൻഡ് സ്പീഡ്. അതിപ്പം കാപ്പിലറി ലോമികയാണെങ്കിലും വെയിൻസ് നമ്മുടെ ധമനി നമ്മുടെ സിരകളിലാണെങ്കിലും എന്താണ്, രണ്ടിലും ലോ പ്രഷറിലാണ് രക്തം പോകുന്നത്. പിന്നെയോ ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്യാരി ബ്ലഡ് ടുവേർഡ്സ് ഹാർട്ട്. ഹൃദയത്തിലേക്ക് രക്തം കൊണ്ടുപോകുന്ന ആരാണ്? നമ്മുടെ സിരയാണ്, വെയിൻസ് ആണ്. അപ്പം ഇതുപോലെ വേണം കോമൺ ഫീച്ചേഴ്സും പഠിച്ചു വെച്ചിട്ട് വേണം മാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 16ാമത്തെയാണ് 3 മാർക്കിന്റെ ചോദ്യം. ഫോട്ടോസിന്തസിസ് ബോത്ത് കാറ്റബോളിക് ആൻഡ് അനബോളിക് പ്രോസസ് സെയിം ടൈം ഇവാലുവേറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ബൈ റിലേറ്റിംഗ് ടു എ പ്രോസസ് ഇൻവോൾവ് ഇൻ ഫോട്ടോസിന്തസിസ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉള്ള കാര്യമാണെന്ത്, നമ്മൾ ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ എക്സാമ്പിൾ മിക്കപ്പോഴും അനബോളിസം എഴുതുന്ന സമയത്താണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഫോട്ടോസിന്തസിസ് എന്ന് മാത്രം എക്സാമ്പിൾ എഴുതി വെക്കരുത്. കാരണം ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നമ്മൾ പ്രോപ്പറായിട്ട് ഫുൾ പ്രോസസ്സ് പഠിച്ചു കഴിഞ്ഞല്ലോ. ഈ പ്രോസസ്സ് പഠിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും വാട്ടറിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജൻ ഓക്സിജൻ ആകുമ്പോൾ അവിടെ എന്താ നടക്കുന്നത്? അവിടെ കാറ്റബോളിസമാണ് നടക്കുന്നത് അല്ലേ. അതേ സമയത്ത് തന്നെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി ചേർന്നുകൊണ്ട് ഗ്ലൂക്കോസ് നിർമ്മിക്കുമ്പോഴോ അവിടെ അനബോളിസം നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കാറ്റബോളിസം, ഗ്ലൂക്കോസിന്റെ നിർമ്മാണം എന്ന് പറയുന്നത് അനബോളിസമാണ്. അതുകൊണ്ട് നമുക്ക് പറയാം എന്താ, പ്രകാശ സംശ്ലേഷണം എന്ന് പറഞ്ഞാൽ ബോത്ത് കാറ്റബോളിസം ആൻഡ് അനബോളിസം നടക്കുന്നു. അതുകൊണ്ട് ഇതൊരു മെറ്റബോളിക് പ്രവർത്തനമാണ്. അപ്പം അതാണ് ഇവിടെ 3 മാർക്കിന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടത് അല്ലേ. അപ്പം H2O ഹൈഡ്രജൻ ഓക്സൈഡ് മാറുന്നത് കാറ്റബോളിസം ആണ്. കാർബൺ ഡൈ ഓക്സൈഡ് ജലവും കൂടെ ചേർന്നിട്ട് എന്താവുന്നു, ഹൈഡ്രജനും കൂടെ ചേർന്ന് ഗ്ലൂക്കോസായി മാറുന്നത് അനബോളിസത്തിന്റെ ഉദാഹരണമാണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി 17ാമത്തെ ചോദ്യം ഇതാ 3 മാർക്കിന്റെ ആണ്. പി ആൻഡ് ക്യൂ എന്താണെന്നാണ്. പി എന്ന് പറയുന്ന ഗ്രാനയാണ്, ക്യൂ എന്ന് പറയുന്നത് സ്ട്രോമയാണ്. റൈറ്റ് 2 സ്ട്രക്ചറൽ ഫീച്ചേഴ്സ് ഓഫ് പാർട്ട് പി. പിന്റെ പ്രത്യേകത എന്താ മക്കളെ? ഗ്രാനയുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റാക്ക് ഓഫ് തൈലക്കോയിഡ് ആണ്. അവിടെയാണ് നമുക്ക് ക്ലോറോഫിൽ കാണാൻ പറ്റുന്നത്, ഹരിതകം കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഇങ്ങനെ കോയിൻ പോലെ അടുക്കി വെച്ചിട്ടാണ് ഗ്രാനയെ കാണുന്നത്. പിയിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ ക്യൂവിൽ വെച്ച് നടക്കുന്ന പ്രവർത്തനങ്ങൾ എങ്ങനെ സഹായിക്കുന്നു? നമുക്കറിയാം ഗ്രാനയിൽ നിന്ന് ഫോം ചെയ്യുന്നത് അല്ലെ, ഗ്രാനയിൽ നിന്ന് ഫോം ചെയ്യുന്ന ഹൈഡ്രജനും അതുപോലെ തന്നെ ATPയുമാണ് എങ്ങോട്ടേക്ക് പോകുന്നത്? സ്ട്രോമയിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ 1ാം ഘട്ടമായ പ്രകാശഘട്ടം അല്ലെങ്കിൽ ലൈറ്റ് ഫീസലിന്റെ പ്രോഡക്റ്റ് ആയിട്ട് വരുന്ന ഹൈഡ്രജനും ATPയുമാണ് ഇവിടെ യൂട്ടിലൈസ് ചെയ്യുന്നത്, സ്ട്രോമയിലെ ഡാർക്ക് ഫേസിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൽ. അപ്പം പ്രകാശഘട്ടം നടന്നാൽ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന സാധനം ഇരുണ്ട ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ, ഗ്ലൂക്കോസ് നിർമ്മിക്കാൻ പറ്റും. അപ്പം ഇവർ രണ്ടുപേരും എന്താണ്? ഡിപ്പെൻഡഡ് ആണ് അല്ലെ, കോ ഡിപ്പെൻഡഡ് ആണെന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന്റെ ചോദ്യമാണ്. അതിന് A ഓപ്ഷനും ഉണ്ട്, B ഓപ്ഷനും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് ആസ് ABC. എ എന്ന് പറയുന്നത് അയോട്ടയാണ്, മഹാധമനി. ബി എന്ന് പറയുന്നത് എന്താ? പൾമനറി ആർട്ടറിയാണ്. സി എന്ന് പറയുന്നത് ഏതോ വാൽവിന്റെ കാര്യമാണ് പറയുന്നത് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ബൈകസ്പിഡ് വാൽവാണ്. ഇനി അടുത്ത ചോദ്യം നോക്കിയേ. AB എന്നിവയെ അവയിലൂടെ ഒഴുകുന്ന രക്തത്തിലെ ഓക്സിജന്റെ അളവ് രക്തപ്രവാഹത്തിന്റെ ദിശ അടിസ്ഥാനമാക്കി താരതമ്യം ചെയ്യുക. കമ്പയർ A and B based on the oxygen content in the blood flowing through them and direction of blood flow. എ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്. എ എന്ന് പറയുന്നത് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ്, അതായത് ഓക്സിജൻ ക്യാരി ചെയ്ത് പോകുന്ന രക്തമാണ്. എവിടുന്ന് അത് പോകുന്നത്? ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്സിലേക്കാണ് പോകുന്നത്. ഇടത് വെൻട്രിക്കിളിൽ നിന്നും ശരീരഭാഗത്തേക്കാണ് നമ്മുടെ ഏത് പോകുന്നത്? എ അല്ലെങ്കിൽ നമ്മുടെ ഈ പറയുന്ന അയോട്ട മഹാധമനി പോകുന്നത്. അതേസമയം ബി എന്ന് പറയുന്നത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡ് നിറഞ്ഞ ബ്ലഡ് ആണ്. അത് റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ലങ്സിലേക്കാണ് പോകുന്നത്. വലത് വെൻട്രിക്കിളിൽ നിന്ന് നമ്മുടെ ശ്വാസകോശത്തിലേക്കാണ് പോകുന്നത്. ആ കാർബൺ ഡൈ ഓക്സൈഡിനെ കൊടുത്തിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഓക്സിജനെ വാങ്ങുന്നത്. അപ്പൊ അത് രണ്ടും കമ്പാരിസൺ ചോദിക്കാം. ഇതേപോലെ പൾമനറി ആർട്ടറി, പൾമനറി വെയിനും തമ്മിൽ എന്ത് ചെയ്യാൻ? താരതമ്യം ചെയ്യാൻ ചോദിക്കാം. ഐഡന്റിഫൈ ദ പാർട്ട് ലേബിൾഡ് സി ആൻഡ് റൈറ്റ് ഇറ്റ് ഫംഗ്ഷൻ. സി എന്തിനാണ്? നമ്മുടെ ബൈകസ്പിഡ് വാൽവാണ്. പ്രിവെന്റ് ദി ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. രക്തത്തിന്റെ തിരിച്ചൊഴുക്ക് തടയാനാണ് എന്തുള്ളത്? നമ്മുടെ ബൈകസ്പിഡ് വാൽവ് ഉള്ളത് കേട്ടോ. ബൈകസ്പിഡ് വാൽവ്, അതുപോലെ തന്നെ ട്രൈകസ്പിഡ് വാൽവ്. ഈ 4 മാർക്കിന്റെ ഓർ ക്വസ്റ്റിന്റെ ചോദ്യം നോക്കിക്കേ. ടേബിൾ കണ്ടെയ്നിങ് ഹിൻ സർട്ടൻ ഡൈജസ്റ്റീവ് ജ്യൂസസ് ഇസ് ഗിവൺ ബൈ. ഒന്ന് സർക്കുലേഷൻ നിന്നാണ് ചോദിച്ചെങ്കിൽ മറ്റൊന്ന് ഡൈജസ്റ്റിന്റെ ചോദ്യമാണ്. കംപ്ലീറ്റ്ലി ഡൈജസ്റ്റ് ഫാറ്റ് ഇൻടു ഫാറ്റി ആസിഡ് പ്ലസ് ഗ്ലിസറോൾ. കൊഴുപ്പിനെ പൂർണ്ണമായും ദഹിപ്പിച്ച് ഫാറ്റി ആസിഡും ഗ്ലിസറോളുമാക്കി മാറ്റുന്നത് ആരാണെന്നാണ് ചോദ്യം. A, B എന്നീ ദഹനരസങ്ങൾ തിരിച്ചറിയുക. അപ്പൊ A എന്താണ്, B എന്താണ്, C എന്താണ്? അപ്പൊ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും കൊഴുപ്പിനെ പൂർണ്ണമായും കംപ്ലീറ്റ് ഡൈജഷൻ നടക്കുന്ന എവിടെയാണ്? നമ്മുടെ ഇന്റസ്റ്റൈനിലാണ്. അപ്പൊ നമുക്ക് പറയാം ഇന്റസ്റ്റൈനൽ ജ്യൂസ്.
അല്ലെ, ഇൻഡസ്റ്റൈനൽ ജ്യൂസ് ആണ്, അതായത് നമ്മുടെ ചെറുകുടലിലുള്ള ദഹനരസമാണ്. ഇനി ബി എന്ന് പറയുന്നതോ കാർബോഹൈഡ്രേറ്റുകൾ, അതായത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, ഗാലക്ടോസ് എന്നിവയാക്കുന്നതാണ്. അതായത് നമ്മുടെ പാൻക്രിയാറ്റിക് ജ്യൂസ്, പാൻക്രിയാറ്റിക് രസം. മൂന്നാമതായിട്ട് കൊടുത്ത ഹൈഡ്രോക്ലോറിക് ആസിഡ് അടങ്ങിയിരിക്കുന്നു എന്നാണ്. അതെവിടെയാ? നമ്മുടെ ഗ്യാസ്ട്രിക് ജ്യൂസ് അല്ലേ, നമ്മുടെ സ്റ്റൊമക്കിലാണ് കാണുന്നത് ഗ്യാസ്ട്രിക് ജ്യൂസ്. ഗ്യാസ്ട്രിക് ജ്യൂസ്. ഇനി പ്രോട്ടീനുകളുടെ ദഹനവുമായി ബന്ധപ്പെട്ട് BC എന്നീ ദഹനരസങ്ങൾ അടങ്ങിയിട്ടുള്ള രാസാഗ്നികളും അവയുടെ പ്രവർത്തനം എഴുതാനാണ്. പ്രോട്ടീൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഏതൊക്കെ എൻസൈമാണ്? ട്രിപ്സിൻ ഉണ്ട്, ട്രിപ്സിൻ ആണ് പാൻക്രിയാറ്റിക് ജ്യൂസിലെ. ഗ്യാസ്ട്രിക് ജ്യൂസിലോ പെപ്സിനും ഉണ്ട്, പെപ്സിൻ. ഓക്കെ, പെപ്സിൻ. ഇനി സി എന്ന ദഹനരസത്തിൽ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എഴുതുക. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിവെന്റ് ദ ജേംസ് അല്ലെ, പ്രിവെന്റ്സ് ജേം, രോഗാണുക്കളെ നശിപ്പിക്കുക. അതുമാത്രമല്ല ഭക്ഷണത്തെ ദഹിപ്പിക്കാനും കൂടെ ആര് സഹായിക്കുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് സഹായിക്കുന്നുണ്ട്. നമ്മുടെ മ്യൂക്കസ് ഗ്ലാൻഡിന് അല്ലെങ്കിൽ അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇതൊക്കെയാണ് ഗ്യാസ്ട്രിക് ജ്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ ദഹനരസവും അതിലുണ്ടാകുന്ന എൻസൈമുകളുടെ പ്രവർത്തനവും പഠിച്ചു വെക്കുക. അപ്പം 40 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇപ്രാവശ്യത്തെ രീതിയിൽ A അല്ലെങ്കിൽ B ഓർ ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. അതല്ലാതെ 8 എണ്ണത്തിൽ ഏതെങ്കിലും 5 എണ്ണം എഴുതുക, അങ്ങനെയല്ല. ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് അത് A ആണോ B ആണോ എന്ന് വ്യക്തമായിട്ട് എഴുതിച്ച് തന്നെ പോകണം. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നാളത്തെ എക്സാം തകർത്ത് തന്നെ എഴുതുക. വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ് മക്കളെ. ഈ ഒരു രീതിയിലെ പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കി സെറ്റ് ആക്കിയിട്ട് ഇന്ന് വൈകുന്നേരത്തെ ലൈവിലും കൂടെ നിങ്ങൾ വരണം. നമ്മൾ തകർക്കും. കാരണം ഇതല്ല, ഇതിൽ കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ കോൺസെപ്റ്റും ക്ലിയർ കട്ടായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഫൈനൽ മാരത്തോൺ റിവിഷൻ ആണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ നടക്കുന്നത്. അപ്പം എല്ലാം അടിപൊളിയാക്കി സെറ്റ് ആക്കുക. നേരെ ഇന്നത്തെ ലൈവിൽ വരിക. അപ്പം സീ യു സൂൺ ഇൻ ദ ഈവനിങ്. ബൈ ബൈ.